ഹലോ എവ്രി വൺ. പൾപ്പറ്റിന്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും ഒരു വാം വെൽക്കം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾ പൾപ്പറ്റിന്റെ ഡെമോ വീഡിയോസ് കാണുന്നുണ്ടല്ലേ? കോൾ പേപ്പർ, ജനറൽ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ഡിസ്കഷൻസ് ഒക്കെ ആയിട്ട്. അപ്പോ ഇന്നിപ്പോ എന്താണ് പരിപാടി? ഓടണ്ട, വായിച്ചത് ശരിയാണ്. ഞാൻ വെറുതെ പറഞ്ഞതല്ല കേട്ടോ. ലിംഗ്വിസ്റ്റിക്സ് എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും അവർക്ക് അതൊരു പേടി സ്വപ്നമാണ്. പല ആൾക്കാർക്കും അതൊരു പേടി സ്വപ്നമാണ്. ചിലർ പറയും, ഓ ഇറ്റ്സ് എ വെരി സയന്റിഫിക് പേപ്പർ, ഇറ്റ്സ് ടു ടെക്നിക്കൽ എ പേപ്പർ, ആൻഡ് മോസ്റ്റ് ഓഫ് ദം കൺസിഡർ ദിസ് ആസ് എ വെരി ഇന്റർമിഡിയേറ്റിംഗ് വൺ. എന്തിനാ നമ്മൾ വെറുതെ ലാംഗ്വേജ് എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പഠിക്കുന്നത്? നമുക്ക് ഡണ്ണിനെ കുറിച്ചോ ഷേക്സ്പിയറിനെ കുറിച്ചോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി വിറ്റ്സിനെ കുറിച്ചോ ഒക്കെ പഠിച്ചാൽ പോരെ? ഒന്നുമില്ലെങ്കിൽ ഡണ്ണിന്റെ പോം എടുത്തു വെച്ചിട്ട് ആ കാനണൈസേഷൻ ഒന്ന് ഡീകോഡ് ചെയ്തൂടെ? അല്ലെങ്കിൽ നമുക്ക് ടെമ്പസ്റ്റ് നോക്കി കാലിബനെയും പ്രോസ്പെറോനെയും കുറിച്ച് പഠിച്ചൂടെ? എന്തിനാ ലിംഗ്വിസ്റ്റിക്സിന്റെ പുറകെ പോകുന്നേ എന്നൊരു ചോദ്യം എല്ലാവർക്കും മനസ്സിലുണ്ടാവും. ഓക്കെ, സോ HSSTയില് ലിംഗ്വിസ്റ്റിക്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഇന്നത്തെ ഈ ഡെമോ വീഡിയോ കൊണ്ട് പൽപ്പറ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് പറഞ്ഞു തരുന്ന ഞാൻ ആരാ? എന്റെ പേര് അരുന്ധി എന്നാണ്. അതുകൊണ്ടാണ് ഈ സെഷന് ഇങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്: ലാംഗ്വേജ് ആൻഡ് ബിയോണ്ട് അൺലോക്കിംഗ് ലിംഗ്വിസ്റ്റിക്സ് വിത്ത് അരുന്ധതി. എന്താണ് ഈ പേപ്പറിന് HSTയില് ഇത്ര പ്രത്യേകത? എന്തുകൊണ്ടാണ് നമ്മൾ ലിംഗ്വിസ്റ്റിക്സിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നിങ്ങൾ ചിന്തിക്കുന്നത് ശരിയാണ്. നമുക്ക് ആ സമയം ഉണ്ടെങ്കിൽ പോയമോ ഡ്രാമയോ സ്റ്റോറീസോ എന്ത് വേണമെങ്കിലും പഠിക്കാം. പിന്നെ എന്തിനാ നമ്മൾ ലിംഗ്വിസ്റ്റിക്സ് പഠിക്കുന്നത്? കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ലിംഗ്വിസ്റ്റിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇനി ലിംഗ്വിസ്റ്റിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അത് നമ്മൾ സ്കിപ്പ് ചെയ്യും. നമ്മുടെ പാർട്ടി അല്ല അത്, അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. ഞാനതൊരു ഈസി എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, നമ്മളിപ്പം സ്കൂളിലൊക്കെ പഠിക്കുമ്പം മേ ബി 10th സ്റ്റാൻഡേർഡിലോ അല്ലെങ്കിൽ 11th-ലോ 12th-ലോ, 10th-ലും 11th-ലും ഒന്നും ഇത് ചോദിക്കൂല, അതുകൊണ്ട് കുഴപ്പമില്ല, പോട്ടെ. 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിക്കുകയാണെന്ന് വിചാരിക്കുക. 2+2 എത്രയാ? എന്റെ ചോദ്യത്തിനൊരു ഉത്തരം പറഞ്ഞു. 4 ആണ്. നിങ്ങൾ ഈ 4 എന്നുള്ളത് ആൻസർ ഷീറ്റിൽ എഴുതി കഴിഞ്ഞാൽ എനിക്ക് ഒരു മാർക്ക് തരാതിരിക്കാൻ ഒരു റൈറ്റും ഇല്ലല്ലോ. എനിക്ക് ആ ഒരു മാർക്ക് തന്നല്ലേ പറ്റുള്ളൂ. എന്താ കാര്യം? 2+2 = 4 എന്ന് എഴുതി കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ അവിടെ കംപ്ലീറ്റ് ആയി. അതിന്റെ ആൻസർ റൈറ്റ് ആണെങ്കിൽ യു ഗെറ്റ് ദ ഫുൾ മാർക്സ്, റോങ് ആണെങ്കിൽ പോയതാണ്, അല്ലെ? ലിംഗ്വിസ്റ്റിക്സ് ഇതേ പ്രിൻസിപ്പിളാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഒരു കോൺസെപ്റ്റ് നല്ല ക്ലാരിറ്റി ഉണ്ടെങ്കിൽ, നമുക്കൊരു ഡെഫിനിഷൻ പ്രോപ്പർ ആയിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ ഒരു മാർക്ക് വാങ്ങിക്കുന്നതിന് അവിടെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ പറയുവാണെങ്കിൽ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സബ്ജക്റ്റ് ആണ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? നന്നായിട്ട് ഇഫ് ലേൺഡ് ആൻഡ് ടോട്ട് പ്രോപ്പർലി ഇതുപോലെ നിങ്ങൾക്ക് HSST എക്സാമിന് എഡ്ജ് തരാൻ പറ്റുന്ന മറ്റൊരു പേപ്പർ ഇല്ല. ഞാൻ എൻ്റെ സ്വന്തം പേപ്പർ ആയതുകൊണ്ട് ടീച്ചർ തള്ളി മറിക്കുവാണ് അല്ലെങ്കിൽ ഇതൊക്കെ വെറുതെ ആണ് എന്നൊന്നും വിചാരിക്കേണ്ട. എപ്പോഴും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ലിംഗ്വിസ്റ്റിക്സിൽ നിന്ന് വരുന്നത്. വളരെ എളുപ്പമാണ് നമുക്ക് ആൻസർ ചെയ്യാൻ. പിന്നെ നമ്മൾ അറിയാണ്ട് നമ്മുടെ ഉള്ളിൽ ഇൻകൾക്കേറ്റ് ചെയ്ത് പോയ ഒരു പേടിയാണ് ലിംഗ്വിസ്റ്റിക്സിനോടുള്ളത്. ബേസിക്കലി ബിക്കോസ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് ആലോചിക്കുമ്പോഴേ പലരുടെയും മനസ്സിൽ വരുന്നത്, അയ്യോ ട്രാൻസ്ക്രിപ്ഷൻ, എൻ്റെ അമ്മ സ്ട്രെസ് മാർക്ക് ചെയ്യണ്ടേ, ഇനി ഇതൊന്നും പോരാത്തോണ്ട് ഇങ്ങനെ ബ്രാഞ്ചസ് വരച്ച് PS ഗ്രാമർ, TG ഗ്രാമർ, ഇമ്മീഡിയറ്റ് കോൺസ്റ്റുവന്റ് അനാലിസിസ്, ഇതൊന്നും പോരാത്തത് കൊണ്ട് സ്ട്രെസ് മാർക്ക് ചെയ്യണം. അതിന്റെ കൂടെ തന്നെ ഡീപ് സ്ട്രക്ചർ കണ്ടുപിടിക്കണം, ഓർഗൻസ് ഓഫ് സ്പീച്ച് പഠിക്കാനുണ്ട്. എന്തൊരു തലവേദന അല്ലേ? പക്ഷെ ഇതൊക്കെ വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. ഇതിനെല്ലാം പിന്നിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സും ട്രിക്സും ഒക്കെ ഉണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു കാലത്തും ഇതൊന്നും മറക്കാനും പോകുന്നില്ല. HSST എക്സാമിന് ഇനി നിങ്ങൾ ലിംഗ്വിസ്റ്റിക്സ് സ്കിപ്പ് ചെയ്യാനും പോകുന്നില്ല. അതെങ്ങനെയാണെന്ന് നമ്മൾ നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം നമ്മളത് എങ്ങനെയാ പഠിക്കാൻ പോകുന്നതെന്നും നമ്മൾ എങ്ങനെയാ അത് ടാക്കിൾ ചെയ്യുന്നതെന്നും എന്തൊക്കെയാണ് സിലബസിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ വൺസ് അഗൈൻ ഐ വെൽക്കം യു ഓൾ ടു ലാംഗ്വേജ് ആൻഡ് ബിയോണ്ട് അൺലോക്കിംഗ് ലിംഗ്വിസ്റ്റിക്സ് വിത്ത് അരുന്ധതി. ഓക്കെ, സോ നമുക്ക് സിലബസ് നോക്കാം, എന്തൊക്കെയാ ഉണ്ടെന്ന് നോക്കാം ലിംഗ്വിസ്റ്റിക്സ്. ആ, we can never forget this man, അല്ലേ? Saussure is a name that is synonymous with linguistics. എന്തൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ്?
ഞാൻ എങ്ങനെയായിരിക്കും കേട്ടോ ചെയ്യുന്നത്. ഞാനൊരു സിലബസിൽ നിന്നുള്ള ഒരു ഏരിയ കാണിക്കും, അതിനകത്ത് നിന്ന് ചോദിച്ചിരിക്കുന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കാണിക്കും, സോ ദാറ്റ് ഇറ്റ് ഇസ് ഈസി ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ് ഹൗ സിമ്പിൾ ആൻഡ് ഹംബിൾ ആൻഡ് ലവിംഗ് ലിംഗ്വിസ്റ്റിക്സ് ഇസ്. ഓക്കെ, അപ്പോൾ ആരാണ് ഈ സഷോർ? ഹി ഈസ് എ സ്വിസ് ലിംഗ്വിസ്റ്റ്. ഹി ഈസ് കോൾഡ് ഇസ് ദ ഫാദർ ഓഫ് മോഡേൺ ലിംഗ്വിസ്റ്റിക്സ്. എന്തൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ്? ഞാനൊരു കാര്യം പറയാം. ഓക്കെ, സോ ഞാനിപ്പോ ഒരു വേർഡ് പറയാൻ പോവാട്ടോ. ആ വേർഡ് കേൾക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു ഇമേജ് ഫോം ചെയ്യും, അല്ലെങ്കിൽ ഒരു മെന്റൽ ഐഡിയ, ഒരു കോൺസെപ്റ്റ് വരും. ഓക്കെ, സോ മൈ വേർഡ് ഇസ് മാംഗോ. മാംഗോ. ഓക്കെ, ഈ മാംഗോ എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളിൽ ചിലരുടെ മനസ്സിൽ നല്ല പച്ച നിറമുള്ളൊരു മാങ്ങയുടെ ഇമേജ് വന്നാണ് അല്ലെ. ചിലർക്ക് മനസ്സിൽ മേ ബി ഒരു സ്ലൈറ്റ് യെല്ലോയിഷ് ആയിട്ടുള്ള റൈപ്പൻ ചെയ്യാൻ തുടങ്ങുന്ന ഒരു മാംഗോയുടെ ഇമേജ് വന്നാണ്. ഇനി ചിലരുടെ മനസ്സിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള പൾട്ടി ആയിട്ടുള്ള ഒരു യെല്ലോ കളർ മാംഗോയുടെ ഇമേജ് വന്നാണ് അല്ലെ. അപ്പോ ഞാൻ ഈ മാംഗോ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു മെന്റൽ ഇമേജ് ഫോം ചെയ്തു. ഇതില് ഒരാള് സിഗ്നിഫയറും ഒരാള് സിഗ്നിഫൈഡും ആണ്. ഓക്കെ, സോ ഞാൻ ഈ മ, ആ, ന, ഗ, ഔ ഈ പറയുന്ന സൗണ്ട്സ് ഒക്കെ ചേർത്തൊരു വേർഡ് പറഞ്ഞില്ലേ, അതാണ് സിഗ്നിഫയർ. ഇനി എന്റെ സിഗ്നിഫയർ കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഫോം ചെയ്ത ആ മെന്റൽ ഐഡിയ അല്ലെങ്കിൽ കോൺസെപ്റ്റിനെയാണ് നമ്മൾ സിഗ്നിഫൈഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? ഇറ്റ് ഇസ് കോൾഡ് ആസ് എ സൈൻ. ഓക്കെ, സോ വാട്ട് ഇസ് എ സൈൻ ദെൻ? സൈൻ ഇസ് എ കോമ്പിനേഷൻ ഓഫ് എ സിഗ്നിഫയർ ആൻഡ് എ സിഗ്നിഫൈഡ് അല്ലെ. അപ്പോ സുഷോർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ സൈനിന് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു നേച്ചർ ഉണ്ട്, വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു നേച്ചർ ഉണ്ട്. എന്താ അത്? ആർബിട്രറിനെസ് ഓഫ് ദ സൈൻ എന്നൊക്കെ പറയും അല്ലെ. ഇച്ചിരി കട്ടിയുള്ള വാക്കാണ് ആർബിട്രറിനെസ്. എന്താ അത്? ഒന്നുമില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. Who calls this pen a pen? Or why is this pen called a pen? Why is a dog called as a dog? Why is a cat called as a cat? ഇതിനൊക്കെ എന്തെങ്കിലും റീസൺ ഉണ്ടോ? ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? പണ്ടെങ്ങാണ്ട് ആരോ വിളിച്ചു, അതുകൊണ്ട് നമ്മളും വിളിക്കുന്നു, അത്രേ ഉള്ളൂ അല്ലെ. അല്ലാതെ ഡോഗിനെ ഡോഗ് എന്ന് തന്നെ വിളിക്കാൻ എന്തെങ്കിലും കോൺസ്പിക്യൂസ് ആയിട്ടുള്ള നമ്മുടെ കണ്ണിന് മുന്നേ കാണാൻ പറ്റുന്ന എന്തെങ്കിലും റീസൺസ് ഉണ്ടോ? അങ്ങനെ ഒന്നുമില്ല. അതൊരു റാൻഡം സെലക്ഷൻ ആണ് അല്ലെ. അപ്പോ എന്താ സൈനിന്റെ ആർബിട്രറി നേച്ചർ എന്ന് പറഞ്ഞാൽ there is no one-to-one connection between the signifier and the signified അല്ലെ. ഒരു നാച്ചുറൽ കണക്ഷൻ ഇല്ല. It's a random selection. Somebody calls this a pen and we are calling it a pen. Somebody called the thing that we sit on a chair and we call it a chair. Somebody called it a dog, we call it a dog. അത്രേ ഉള്ളൂ. അല്ലാതെ ഡോഗിന്റെ ഡോഗ് എന്നുള്ള നെയിമിനും ആ ഒബ്ജക്റ്റും തമ്മിൽ there is no natural connection അല്ലെ. അപ്പൊ ചിലർ ചോദിക്കും ഓണോമാറ്റോപിക് വേർഡ്സ് ഓരെന്ന കുക്കുനെ നമ്മൾ കുക്കു എന്ന് വിളിക്കുന്ന കൂക്കു എന്ന സൗണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ടല്ലേ. അതെ, അതൊരു എക്സെപ്ഷൻ ആണ്. അത് സുഷോർ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എത്ര ഓണോമാറ്റോപിക് വേർഡ്സ് ഉണ്ട്? വളരെ ഹാൻഡ്ഫുൾ ആണ് അല്ലെ, വളരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് സൈൻ ആർബിട്രറി അല്ല എന്ന് വാദിക്കാൻ പറ്റൂ? ഇല്ല. അപ്പൊ സുഷോർ പറഞ്ഞത് ശരിയാണ്. സൈൻ ഇസ് ആർബിട്രറി ഇൻ നേച്ചർ. ഓക്കെ, ഇനി സുഷോറിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ് സിൻക്രോണിക് ആൻഡ് ഡയക്രോണിക് ലാംഗ്വേജ് സ്റ്റഡി. എന്താണ് സിൻക്രോണിക് ആൻഡ് ഡയക്രോണിക്? ഒന്നുമില്ല. ഇപ്പം ഇമാജിൻ ഐ എം സോ പാഷനേറ്റ് അബൌട്ട് ലേണിംഗ് എ ലാംഗ്വേജ്. ഓക്കെ, എനിക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഐ വോണ്ട് ടു ലേൺ ഫ്രം ദ വെരി ബിഗിനിങ് ഓഫ് ദ ലാംഗ്വേജ്. എനിക്കിതിന്റെ ഇവല്യൂഷൻ ഒന്ന് ട്രേസ് ചെയ്യണം. ഞാൻ എങ്ങനെയാണ് ഈ ഇവല്യൂഷൻ ട്രേസ് ചെയ്യുക? ആംഗ്ലോ സാക്സൻസ് ഒരു തീ കത്തിച്ച് ചുറ്റും ഇരുന്ന് ബെവുൾഫിന്റെ കഥ പറഞ്ഞു തുടങ്ങിയത് മുതൽ, അല്ലെങ്കിൽ അതിനു മുന്നേ ഉള്ള കെൽറ്റിക് സെറ്റിൽമെന്റ് മുതൽ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് വരെയുള്ള കാര്യങ്ങൾ ഞാൻ ട്രേസ് ചെയ്യണം അല്ലെ. അപ്പോ വാട്ട് ആം ഐ ഡൂയിങ്? ഐ എം ട്രേസിംഗ് ദ ഇവല്യൂഷൻ ഓഫ് എ ലാംഗ്വേജ്. ഐ എം ട്രൈങ് ടു ലേൺ അബൌട്ട് ദ ഹിസ്റ്ററി ഓഫ് എ ലാംഗ്വേജ്. ഓക്കെ, അങ്ങനെ ഞാനൊരു ലാംഗ്വേജിനെ പഠിക്കുകയാണെങ്കിൽ that is called as the diachronic study of language. Okay, ഇനി എനിക്ക് ഇമാജിൻ ഐ എം എ ഗ്രേറ്റ് ഫാൻ ഓഫ് ഷേക്സ്പിയർ കേട്ടോ. സോ ഐ വുഡ് ലവ് ടു ലേൺ അബൌട്ട് ദി ഷേക്സ്പീരിയൻ ടൈംസ്. ഏതാണ് ഈ ഷേക്സ്പീരിയൻ ടൈംസ്?
എലിസബത്തൻ ഏജ് അല്ലെ, ദ ഏജ് വിച്ച് ഇസ് നോൺ ഇസ് ദ നെസ്റ്റ് ഓഫ് സിംഗിങ് ബേർഡ്സ്, ദ ഏജ് ദാറ്റ്സ് നോൺ ഇസ് ദ ഗോൾഡൻ ഏജ് ഓഫ് ലിറ്ററേച്ചർ. അപ്പൊ അങ്ങനെ ഞാൻ ഈ എലിസബത്തൻ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കാൻ പോവാണ്. അതിന്റെ ഇൻഫ്ലെക്ഷൻസ്, what kind of words were there popular in the common balances, and what was the language used by the university wits and Shakespeare himself. So ഞാൻ ഒരു സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈമിലെ ലാംഗ്വേജിനെ കുറിച്ച് മാത്രം പഠിക്കുമ്പോൾ ദാറ്റ് ഇസ് കോൾഡ് ഇസ് ദ സിൻക്രോണിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ്. ഓക്കെ, ഇപ്പൊ മനസ്സിലായ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? When you learn or trace the evolution of a language, that's called as the diachronic study of language. When you learn about the language at a specific point of time, it is called as a synchronic study of language. Okay, so ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമ്മൾ ഇനീഷ്യലി ലിംഗ്വിസ്റ്റിക്സിനെ കുറിച്ച് പഠിക്കുക. ഓക്കെ, ഇനി നമുക്കൊരു PYQ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ മനസ്സിലാവും ഞാൻ എന്തിനാ ഈ ചുമ്മാ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഉവ്വ ഞങ്ങളെ ലിംഗ്വിസ്റ്റിക്സിലോട്ട് പിടിച്ചിടാനുള്ളൊരു പരിപാടി അത് തന്നെയാണ്. പക്ഷെ വിത്ത് എ ഡിഫറൻസ്. ഞാനിത് വെറുതെ അല്ല പറയുന്നത്, കൺസിസ്റ്റന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. വളരെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനും പറ്റും, ഈസി ആയിട്ട് മാർക്സ് സ്കോർ ചെയ്യാനും പറ്റും അല്ലെ. പലപ്പോഴും റാങ്ക് ലിസ്റ്റില് ഇടം നേടാതെ പോകുന്നതൊക്കെ 1 മാർക്കിന്റെയോ 2 മാർക്കിന്റെയോ അല്ലെങ്കിൽ 0.01 മാർക്സിന്റെ ഒക്കെ വ്യത്യാസത്തിലായിരിക്കും. അപ്പൊ ആ 0.01 മാർക്സോ 0.1 മാർക്സോ നിങ്ങൾക്ക് ഒരു ഷുവർ ഷോട്ട് ആയിട്ട് കിട്ടിയാലോ, ആ ഷുവർ ഷോട്ട് ആണ് ലിംഗ്വിസ്റ്റിക്സ്. അതായത് നിങ്ങൾക്ക് വേറെ കൺഫ്യൂഷൻസ് ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ക്ലാരിറ്റിയോട് കൂടി ഒരു കാര്യം പഠിക്കുന്നു, അത് എക്സാമിന് ചോദിക്കുന്നു, അത് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്നു, ആൻഡ് യു ഗെറ്റ് ദ മാർക്സ്. അവിടെ യു ഡോണ്ട് ഹാവ് ടു വെറി അബൌട്ട് what was the intent of the author. You don't have to worry about whether this interpretation will be accepted. What was the psychological turmoil that the character is undergoing? ഒന്നും വേണ്ട. Learn what is 2 + 2, that is 4. അതുപോലെ ലിംഗ്വിസ്റ്റിക്സ് അങ്ങ് പഠിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, സോ നമുക്കൊരു PYQ നോക്കാം. നോക്കിയേ, the question: which of the following best represents Ferdinand de Saussure's contribution to linguistics? Okay, proposing the concept of the linguistic sign as a consisting of signified and signified, developing the theory of universal grammar, introducing the principles of language evolution through natural selection, establishing the theory of language acquisition through behaviorist principles. ഞാൻ ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ അല്ലേ, എളുപ്പമല്ലേ? എന്താണ് ആൻസർ? ഓപ്ഷൻ എ, പ്രപ്പോസിംഗ് ദ കോൺസെപ്റ്റ് ഓഫ് ലിംഗ്വിസ്റ്റിക് സൈൻ ആസ് കൺസിസ്റ്റിംഗ് ഓഫ് എ സിഗ്നിഫയർ ആൻഡ് എ സിഗ്നിഫൈഡ്. കാര്യം കഴിഞ്ഞില്ലേ? ഇത്രേ ഉള്ളൂ. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, if you learn it properly, linguistics is one of the most rewarding areas of English language and literature. You get marks and it is a sure shot. അപ്പൊ ലിംഗ്വിസ്റ്റിക്സ് ഒരു പ്രോബബിലിറ്റി ആണോ? അല്ല, സർട്ടനിറ്റി ആണ്. ഓക്കെ, നമുക്കപ്പോ ഇനി എന്താ ലിംഗ്വിസ്റ്റിക്സിൽ പഠിക്കാനുള്ളത് എന്ന് നോക്കാം. ഓക്കെ, സോ ദിസ് ഈസ് വൺ ഇമ്പോർട്ടന്റ് ആസ്പെക്ട്, ലാംഗ്വേജ് വേരിയേഷൻ. വെരി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട് കേട്ടോ, 6 മലയാളിക്ക് 60 മലയാളം എന്ന് പറയും. അത് വെറുതെ പറയുന്നതല്ല. ഇപ്പൊ ഞാൻ തിരുവനന്തപുരംകാരിയാണ്. ഞാൻ സംസാരിക്കുന്ന മലയാളവും കണ്ണൂര്, കാസർഗോഡ് ഭാഗങ്ങളില്, കോഴിക്കോട് ഭാഗങ്ങളിൽ സംസാരിക്കുന്ന മലയാളവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇൻഫാക്ട് തിരുവനന്തപുരത്തിനകത്ത് തന്നെ പ്രാദേശികമായിട്ട് സംസാരിക്കുന്ന ഭാഷയ്ക്ക് പിന്നെയും വ്യത്യാസമുണ്ട് അല്ലെ. അപ്പോ എല്ലാ ലാംഗ്വേജിനും വേരിയേഷൻസ് ഉണ്ട്. ഓക്കെ, ഒരു സ്റ്റാൻഡേർഡ് ഡയലക്റ്റ് ഉണ്ടാവും, പക്ഷെ ആ എല്ലാ ഭാഷയ്ക്കും എന്തുണ്ട്? വേരിയേഷൻസ് ഉണ്ട്. ആ വേരിയേഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡയലക്റ്റുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതൊരു ഇൻട്രസ്റ്റിംഗ് ഏരിയ ആണ് ലിംഗ്വിസ്റ്റിക്സിന്റെ, ഡയലക്ട്സിനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പോ നമ്മൾ എന്തൊക്കെയാ പഠിക്കുക അതിനകത്ത്? ഇപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജ് നോക്കുമ്പോൾ ഞാൻ കുറച്ച് ടേംസ് പറയാം, ആൻഡ് these terms might ring a bell on you. Okay, these terms might ring a bell. എന്താണ്? might ring a bell in you. Okay, so Receipt pronunciation, RP, or BBC English, Queen's English, etc. അല്ലെ. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാം. നോക്കിയേ, ഇംഗ്ലീഷിന്റെ എല്ലാ ഡയലക്ട്സും വളരെ പോപ്പുലർ ആണ്. പക്ഷെ
നമ്മൾ ഒരു ഡയലക്റ്റിനെ മാത്രമേ റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതായത് ഇംഗ്ലീഷ് ഒരു സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് പഠിക്കുന്ന ആളിന് ഫോളോ ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഓഫ് ഇംഗ്ലീഷ് ഉണ്ട്. അതിനെയാണ് നമ്മൾ റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ എന്നോ ക്വീൻസ് ഇംഗ്ലീഷ് എന്നോ ഒക്കെ വിളിക്കുക, BBC ഇംഗ്ലീഷ് എന്നൊക്കെ വിളിക്കുക. ഏതാണ് ആ ഡയലക്റ്റ്? ഒന്ന് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തേക്കണം കേട്ടോ. അറിയാവുന്ന നോക്കട്ടെ, അറിയാമെന്ന് എനിക്കറിയാം, എന്നാലും ചുമ്മാ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഏത് ഹെഡിലാണ് പഠിക്കുക? ലാംഗ്വേജ് വേരിയേഷൻസിനകത്താണ് പഠിക്കുന്നത്, അല്ലേ? പിന്നെ എന്താ, ജിയോഗ്രഫി അനുസരിച്ച് ഇപ്പം പണ്ട് എനിക്ക് എൻ്റെ ഒരു ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മുടെ കരമന ആറിന് അപ്പുറവും ഇപ്പുറവും സംസാരിക്കുന്ന രണ്ട് ഭാഷയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയും വ്യത്യാസമുണ്ട് ലാംഗ്വേജിന് അത്രയധികം വേരിയേഷൻസ് ഉണ്ട്. പിന്നെ എന്താ, ഒക്കുപേഷൻ അനുസരിച്ച് ഏത് ക്ലാസ്സിൽ ബിലോങ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചൊക്കെ ലാംഗ്വേജിന് പല പല വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട്, അല്ലെ? ലുക്ക് അറ്റ് ദി ലാസ്റ്റ് പോയിന്റ്. കോണ്ടെക്സ്റ്റ് അനുസരിച്ച് രജിസ്റ്റേഴ്സും സ്റ്റൈൽസും ഉണ്ട്. അത് ഓർക്കാൻ വേറെ ഒന്നും വേണ്ട. സി, എനിക്കിപ്പം ചായ കുടിക്കാൻ പോകണം, ഞാനൊരു ക്ലാസ് റൂമിൽ ഇരിക്കുക, എൻ്റെ തൊട്ടടുത്ത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇരിക്കണം, എനിക്ക് എന്ത് പറയാം? ചായ കുടിച്ചിട്ട് വരാം, പറഞ്ഞാൽ പോരെ? ഇനി ഇമാജിൻ ഞാനൊരു കോൺഫറൻസ് ഹോസ്റ്റ് ചെയ്യാണ്, ഞാൻ അവിടുത്തെ ആങ്കർ ആണ്. സോ ഇറ്റ്സ് ടൈം ഫോർ മൈ ഗസ്റ്റ് ടു ഹാവ് എ ടീ ബ്രേക്ക്. ഓക്കെ, എനിക്ക് പറയാൻ പറ്റുമോ ചായ കുടിച്ചിട്ട് വരാം എന്നിട്ട് നമുക്ക് മീറ്റിംഗ് തുടരാം? അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല, അല്ലേ? അപ്പൊ എന്റെ ലാംഗ്വേജ് എന്താവും? കുറച്ചുകൂടെ പോളിഷ്ഡ് ആവും. ഞാൻ എങ്ങനെ പറയും? അത് ചായ, ഇറ്റ്സ് ടൈം ഫോർ എ ടീ ബ്രേക്ക്, സോ എവറിത്തിങ് ഇസ് അറേഞ്ച്ഡ് ഡൗൺ സ്റ്റെയർസ്, പ്ലീസ് ഹാവ് ഇറ്റ് എന്ന് എനിക്ക് വളരെ ഒഫീഷ്യൽ ആയിട്ട് ഫോർമൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് പോവാം. ഓക്കെ, സോ ഇഫ് ഇറ്റ്സ് ടു മൈ ഫ്രണ്ട് ഐ ക്യാൻ സേ ഹേ ലെറ്റ്സ് ഹാവ് എ ടീ, കം. ഓക്കെ, സോ അപ്പം ലാംഗ്വേജ് കോണ്ടെക്സ്റ്റ് അനുസരിച്ച് മാറും. നിങ്ങൾ എവിടെയാണ് ആ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്? ദ ലാംഗ്വേജ് ദാറ്റ് യു യൂസ് വിത്ത് യുവർ ഫ്രണ്ട്സ് is entirely different from what you use with your teachers or in your professional sphere, അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്യുന്ന ഏരിയ ആണ് ലാംഗ്വേജ് വേരിയേഷൻ. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഡോണ്ട് കോംപ്ലിക്കേറ്റ്. ഇനി നമുക്ക് എന്താ ഉള്ളത് ലിംഗ്വിസ്റ്റിക്സിനകത്ത് നോക്കാൻ? ഫെനറ്റിക്സ് ആൻഡ് ഫെനോളജി. ഐ നോ കുറച്ചു പേർക്ക് ഒട്ടുമേ ഇഷ്ടമല്ലാത്തൊരു ഏരിയ ആണ് ഫെനറ്റിക്സും ഫെനോളജിയും. ആൻഡ് അതിന്റെ റീസൺ അവർ പറയുന്നത്, വൺ ഇസ് ട്രാൻസ്ക്രിപ്ഷൻ ചോദിക്കും ഭയങ്കരമായിട്ട്, സ്ട്രെസ് മാർക്ക് ചെയ്യാൻ പറയും, പിന്നെ ഓർഗൻസ് ഓഫ് സ്പീച്ച് പഠിക്കാനുണ്ട്. നോക്ക്, നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ആകെ 5 വവൽ സൗണ്ട്സ് ഉണ്ടാകുന്നുള്ളൂ, അല്ലെ? AEIOU. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മളൊരു ഡിഗ്രി ഒക്കെ ആക്കിയപ്പോൾ ലിംഗ്വിസ്റ്റിക്സ് ഇതേ പറയുന്നു, 5 വവൽ സൗണ്ട്സ് അല്ല ഉള്ളത്, മാത്രമല്ല 26 ലെറ്റേഴ്സിനും കൂടെ ചേർത്ത് 44 സൗണ്ട്സ് ഉണ്ടെന്നും പറയുന്നു. ആഹാ, ഉള്ള കിളിയെല്ലാം പോയി, മൊത്തത്തിലെ കൺഫ്യൂഷൻ. ഓക്കെ, സോ ഇത് മനസ്സിലാക്കാൻ വളരെ ചെറിയൊരു കാര്യം മതി. നോക്കിയേ, ഇംഗ്ലീഷിന് നമ്മളൊരു അൺഫണറ്റിക് ലാംഗ്വേജ് ആണെന്ന് പറയാം. എന്താ അങ്ങനെ പറയാൻ കാരണം? ഞാനൊരു കുഞ്ഞ് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഓക്കെ, സോ CHAIR, what is the word? Chair. Okay, now CHOIR, what is the word? Choir. അതെന്താടാ രണ്ട് നിയമം? രണ്ടിലും ഉള്ളത് CH തന്നല്ലേ? അപ്പം പിന്നെ എന്താ ഒരു CH വന്നപ്പം ഛ എന്നും മറ്റൊരു CH വന്നപ്പം ഖ എന്നും പറയുന്നത് എന്തിനാ? വാട്ട് ഇസ് ദ റീസൺ ഫോർ ദാറ്റ്? ഓക്കെ, അപ്പോ ഇംഗ്ലീഷ് ഒരു അൺഫണറ്റിക് ലാംഗ്വേജ് ആണ് എന്ന് വെച്ചാൽ there is no one-to-one correspondence between the letter and the sound. ഇപ്പം മലയാളത്തിൽ നമ്മൾ പ എന്നുള്ളൊരു അക്ഷരം അല്ലെങ്കിൽ ക എന്നുള്ളൊരു അക്ഷരം എവിടെ പ്ലേസ് ചെയ്താലും അതിനെ നമ്മൾ ക അല്ലെങ്കിൽ പ അങ്ങനെ തന്നെ പറയുള്ളൂ, അല്ലെ? അതിന് വേറെ ഫെനറ്റിക് വേരിയേഷൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇംഗ്ലീഷില് എഫ് എന്ന് പറയുന്ന ലെറ്റർ തന്നെ പല രീതിയിൽ എന്താണ് പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. എസ് എന്ന് പറയുന്ന ലെറ്റർ പല രീതിയിൽ പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. CH ഗ്രൂപ്പിംഗ് ഞാനിപ്പോ പറഞ്ഞില്ലേ. അപ്പൊ അതുകൊണ്ടാ ഇംഗ്ലീഷിനെ ഒരു അൺഫണറ്റിക് ലാംഗ്വേജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് വി ഹാവ് ടു ലേൺ അബൌട്ട് എത്ര വവൽസ് ഉണ്ട്, എത്ര കൺസണൻസ് ഉണ്ട്. ഇനി വേറൊരു കാറ്റഗറി ഉണ്ട്, ഡിഫ്തോങ്സ്. ചില ആൾക്കാർ ഒരു വവൽ സൗണ്ടിൽ തുടങ്ങിയിട്ട് മറ്റൊരു വവൽ സൗണ്ടിൽ പോയി നിൽക്കും. അവരെയാണ് നമ്മൾ ഡിഫ്തോങ്സ് എന്ന് വിളിക്കുക, അല്ലെ? ഇപ്പം I is a diphthong. എന്തുകൊണ്ട് അതൊരു ഡിഫ്തോങ് ആവുന്നേ? ആ എന്ന് പറയുന്ന വവൽ സൗണ്ടിൽ തുടങ്ങിയിട്ട് ഇ എന്ന് പറയുന്ന വവൽ സൗണ്ടിലേക്ക് അത് ഇങ്ങനെ ഗ്ലൈഡ് ചെയ്ത് പോകും, അല്ലെ?
അതുകൊണ്ടാണ് നമ്മൾ അതിനെ വവൽ ഗ്ലൈഡ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഡിഫ്തോങ്സ് എന്ന് വിളിക്കുന്നത്. ആ ടു ഇ, ഇറ്റ്സ് എ ഗ്ലൈഡ്. ഓക്കെ, സോ ദാറ്റ്സ് വൈ വി കോൾ ദം വവൽ ഗ്ലൈഡ്സ് അല്ലെങ്കിൽ ഡിഫ്തോങ്സ് എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫെനറ്റിക്സിലും ഫെനോളജിയിലുമാണ് പഠിക്കലുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇനി ആരെങ്കിലും ഡെഫിനിഷൻ പറയാൻ പറഞ്ഞാൽ എന്ത് പറയും? നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? സ്പീച്ച് സൗണ്ട്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്, അല്ലെ? അപ്പോ സ്പീച്ച് സൗണ്ട്സിനെ കുറിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് വെറുതെ പഠിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ എന്തൊക്കെ പഠിക്കണം? അതിന്റെ പ്രൊഡക്ഷനെ കുറിച്ച് പഠിക്കണം, അതിന്റെ ട്രാൻസ്മിഷനെ കുറിച്ച് പഠിക്കണം, അതിന്റെ റിസെപ്ഷനെ കുറിച്ചും പഠിക്കണം. ഓക്കെ, അപ്പോ ഇനി ആരെങ്കിലും ഫെനറ്റിക്സ് എന്താ എന്ന് ചോദിച്ചാൽ എന്താ പറയാ? ഇറ്റ് ഈസ് ദി സ്റ്റഡി ഓഫ് the production, transmission and reception of speech sounds. ക്ലിയർ ആയോ? അപ്പൊ അതാണ് ഫെനറ്റിക്സ്. അത് നമ്മൾ പഠിക്കണം. ഓക്കെ, സോ ഇവിടെ ഞാനൊരു PYQ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കേ. വാട്ട് ആർ ലിക്വിഡ് കോൺസണൻസ്? നിങ്ങൾക്ക് ഇപ്പോൾ ഇതൊരു ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ആയിട്ട് ഫീൽ ചെയ്യും, ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ തോന്നും. പക്ഷെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഓരോ സൗണ്ട്സും എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പഠിച്ചു കഴിയുമ്പോൾ ഇത് നിങ്ങൾക്കൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് മാറും. ട്രസ്റ്റ് മീ. ഓക്കെ, സോ ഇതിന്റെ ആൻസർ ഇപ്പോൾ സൗണ്ട്സ് വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ടിപ്പ് ആൻഡ് ബ്ലേഡ് ഓഫ് ദ ടങ്, അതിനെയാണ് വിത്ത് ദി ടിപ്പ് ആൻഡ് ബ്ലേഡ് ഓഫ് ദ ടങ്, അതിനെയാണ് നമ്മൾ ലിക്വിഡ് കോൺസണൻസ് എന്ന് വിളിക്കുക. ഓക്കെ, സോ പേര് കേൾക്കുമ്പോൾ അയ്യോ ഇതെല്ലാം ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും, ഹൗ വിൽ ഐ സ്റ്റോർ ഓൾ ദിസ് ഇൻ മൈ ബ്രെയിൻ, അങ്ങനെ ഒന്നും വിചാരിക്കണ്ട. നമ്മൾ നീറ്റായിട്ട് ക്ലാസ്സിൽ അത് എടുക്കും, നിങ്ങളത് റിപ്പീറ്റ് ചെയ്യും, ഞാനത് ക്വസ്റ്റ്യൻസ് ചോദിക്കും. സോ യു ഹാവ് ടു സ്റ്റഡി, ദർ ഇസ് നോ അതർ ഗോ. ഓക്കെ, അപ്പൊ ഇതാണ് ലിക്വിഡ് കോൺസണൻസ്, ഇതാണ് ഫെനറ്റിക്സ് ആൻഡ് ഫെനോളജി. ഓക്കെ, ഇനി ഫെനറ്റിക്സും ഫെനോളജിയും കഴിഞ്ഞാൽ അടുത്ത മേജർ ഏരിയ ഏതാണ് ലിംഗ്വിസ്റ്റിക്സിന്റെ? മോർഫോളജി. ഓക്കെ, എങ്ങനെയാണ് മോർഫോളജി, അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന മോർഫോളജി? ഓക്കെ, ഞാനൊരു സ്ലൈഡ് ജസ്റ്റ് വിട്ടുപോയി കേട്ടോ, സോറി ഫോർ ദാറ്റ്. മോർഫോളജിക്ക് മുമ്പ് നമുക്ക് ഒരാളിനെ കുറിച്ചും കൂടെ സംസാരിക്കാനുണ്ട്, ആൻഡ് ദാറ്റ് ഇസ് ഇന്റോനേഷൻ. ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ ഇല്ലേ, അവൻ കടയിൽ പോയി, അല്ലെങ്കിൽ എന്താ, എനിക്ക് അവനെ ഇഷ്ടമല്ല, ഇതെല്ലാം ഒറ്റ മീറ്റർ ആണ്. ഓക്കെ, സോ നമുക്ക് ഈ പറയുന്ന പോലെ പിച്ച് വേരിയേഷൻസ് ഒന്നുമില്ല. നമ്മൾ ഹൈ പിച്ച്, ലോ പിച്ച്, അല്ലെങ്കിൽ പിച്ച് റെഗുലേറ്റഡ് സ്പീച്ച്, റൈസിങ് ടോൺ, ഫോളിംഗ് ടോൺ നമുക്ക് ഇല്ലാത്തൊരു സംഗതിയാണത്, അല്ലെ? നമുക്ക് ഒറ്റ മീറ്റർ, ഒറ്റ ലൈനിൽ അങ്ങ് പൊക്കോളും. ഓക്കെ, പക്ഷെ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് അത് അങ്ങനെയല്ല. ഇഫ് യു വാച്ച് മൂവീസ്, ഇംഗ്ലീഷ് മൂവീസ്, യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അവർ ചിലപ്പോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് റൈസിങ് ടോണിലായിരിക്കും, നോർമൽ സെന്റൻസ് പറയുന്ന ഫോളിംഗ് ടോണിലായിരിക്കും. ക്വസ്റ്റ്യൻസിൽ തന്നെ WH ക്വസ്റ്റ്യൻസിന് വേറൊരു രീതിയും SO NO ക്വസ്റ്റ്യൻസിന് വേറൊരു രീതിയുമാണ് വെൻ ദേ പ്രൊനൗൺസ് ദ സെന്റൻസ്. ഓക്കെ, അപ്പോ ഇങ്ങനെ പിച്ച് റെഗുലേറ്റ് ചെയ്യുന്ന റൈസിങ് ടോണും ഫോളിംഗ് ടോണും ഒക്കെ വരുന്ന സംഗതിയാണ് നമ്മൾ എന്ത് പറയാ? ഇന്റർനേഷൻ എന്ന് പറയാം. ഓക്കെ, ഇതൊരു PYQ ആണ്. എന്ത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് നോക്കിക്കേ, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു. വാട്ട് ഇസ് ഇന്റർനേഷൻ? ഇത് ഒരിക്കൽ മാത്രം നോട്ട്സ് വായിച്ചിട്ടുള്ള, ഒരിക്കൽ മാത്രം ക്ലാസ് കേട്ടിട്ടുള്ള ആർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. എന്താ അത്? ആൻസർ കമന്റ് ചെയ്യുക കേട്ടോ. പറഞ്ഞതിൽ തന്നെ ഉണ്ട് ഉത്തരം, എന്നാലും ഒന്ന് കമന്റ് ചെയ്തേക്കും. ഓക്കെ, സോ distinctive use of phonemes, distinctive use of patterns of pitch, distinctive use of accent and pronunciation, distinctive use of chosen structures. സോ ഇന്റർനേഷനും സ്ട്രെസ്സും ഒക്കെ ഫെനറ്റിക്സിൽ വരുന്ന കാര്യങ്ങളാണ്. ട്രാൻസ്ക്രിപ്ഷനും ഫെനറ്റിക്സിൽ വരുന്നതാണ്. നമ്മൾ അതൊക്കെ പഠിക്കും, പ്രാക്ടിക്കലായിട്ട് അതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പഠിക്കും. അതൊന്നും ഓർത്ത് ഇപ്പൊ ടെൻഷൻ ആവേണ്ട ആവശ്യമേ ഇല്ല. ഓക്കെ, സോ അതാണ് ഫെനറ്റിക്സിനകത്ത് വരുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് എന്താ നോക്കാനുള്ളത്? നേരത്തെ പറഞ്ഞതുപോലെ മോർഫോളജിയാണ്. ഓക്കെ, ഞാനൊരു കാര്യം പറഞ്ഞിട്ട് മോർഫോളജിയിലേക്ക് പോവാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലെ, എന്താണ് ഈ മോർഫോളജി, എന്താണ് ഈ സംഗതി മോർഫോളജി? ഓക്കെ, ഞാനിപ്പോ 3 സൗണ്ട്സ് നിങ്ങളുടെ മുമ്പിൽ പ്ലേസ് ചെയ്യാം. ഓക്കെ, പ, ആ, ട. ഓക്കെ, ടീച്ചർ എന്താ ഈ വായി തോന്നിയതൊക്കെ പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് കരുതണ്ട, സ്പീച്ച് സൗണ്ട്സ് ഒക്കെ നമ്മൾ പഠിക്കും. ഇപ്പൊ ഫോർ ദ ടൈം ബീയിങ് ഐ എം ടെല്ലിങ് യു 3 സൗണ്ട്സ്. ഏതൊക്കെയാണ്? പ, ആ ആൻഡ്
ട്. ഓക്കെ, പ, ആ ആൻഡ് ട്. ഇത് വെച്ച് എനിക്ക് 3 വേർഡ്സ് ഫോം ചെയ്യാം. ഏതൊക്കെയാണ് 3 വേർഡ്സ്? പാറ്റ് ഇസ് എ വേർഡ്. ഓക്കെ, പ, ആ, ട്, വിച്ച് മീൻസ് ലെറ്റേഴ്സിൽ നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കാൻ എളുപ്പത്തിന് പറയുന്ന കേട്ടോ, സൗണ്ട്സും ലെറ്റേഴ്സും ആയിട്ട് കണക്ട് ചെയ്യേണ്ട. പിയും എയും ടിയും, അതിനെയാണ് ഞാൻ പ, ആ ആൻഡ് ട് എന്ന് പ്രൊനൗൺസ് ചെയ്തത്. ഈ എക്ക് പല സ്ഥലത്തും പല പ്രൊനൗൺസിയേഷൻ ആണ്. ഞാൻ ഉദ്ദേശിച്ചതിന് ഇപ്പോ ആ ആണ് പ്രൊനൗൺസിയേഷൻ. ഓക്കെ, സോ അത് വെച്ച് എനിക്ക് എത്ര വേർഡ്സ് ചെയ്യാം? പാറ്റ് ഇസ് എ വേർഡ്, ആക്ട് ഇസ് എ ഡിഫറെന്റ് വേർഡ്, ടാപ്പ് ഇസ് എ ഡിഫറെന്റ് വേർഡ്. ഓക്കെ, അപ്പൊ 3 സൗണ്ട്സ് എന്റെ കയ്യിലുള്ളൂ. ആ 3 സൗണ്ട്സ് വെച്ച് ഞാൻ 3 ഡിഫറെന്റ് വേർഡ്സ് ഫോം ചെയ്തു അല്ലെ? അപ്പോ ഈ വേർഡ്സിനെ കുറിച്ച് ആരെങ്കിലും പഠിക്കണ്ടേ? ഈ വേർഡ്സിന്റെ സ്ട്രക്ചർ എന്താണ്? ഹൗ ആർ ദേ ഫോംഡ്? അവരുടെ ഇന്റേണൽ ഓർഗനൈസേഷൻ എങ്ങനെയാണ്? ഇതിനെക്കുറിച്ചൊക്കെ ഒരു ബ്രാഞ്ച് പഠിക്കണ്ടേ ലിംഗ്വിസ്റ്റിക്സിന്റെ? ഓക്കെ, അപ്പോ അങ്ങനെ ഹൗ വേർഡ്സ് വർക്ക് ഓർ വാട്ട് ഇസ് ദി ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് ദി വേർഡ്സ് എന്ന് പഠിക്കുന്ന സെക്ഷനാണ് മോർഫോളജി. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒരു വേർഡ് സ്ക്രീനിൽ കാണാം. എന്താ അത്? മോർഫീംസ്. എന്താണ് മോർഫീംസ്? വീണ്ടും ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോ ഐ എം ടെല്ലിങ് യു എ വേർഡ് റീറൈറ്റ്. റീറൈറ്റ് ഒറ്റ വാക്കാട്ടോ, റീറൈറ്റ്. ഇനി എനിക്കിതൊന്ന് ഡിവൈഡ് ചെയ്ത് തന്നെ. എനിക്ക് എങ്ങനെ ഇതിനെ ഡിവൈഡ് ചെയ്യാം? യാ, ഓൺ വൺ സൈഡ് റീ പ്ലസ് റൈറ്റ്, റൈറ്റ്? റീ ആൻഡ് റൈറ്റ്. ഇനി റീ ആൻഡ് റൈറ്റ്. അപ്പോ ഞാൻ പറയും റീറൈറ്റ് എന്നുള്ള വാക്കിനകത്ത് 2 മോർഫീംസ് ഉണ്ട്. ഓക്കെ, ഏതൊക്കെയാണ് ആ 2 മോർഫീംസ്? റീ ഒരു മോർഫീമാണ്, റൈറ്റ് മറ്റൊരു മോർഫീമാണ്. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. എനിക്ക് ഈ റീറൈറ്റ് എന്നുള്ള വാക്കിലെ റീനെ ഇനി ഫർദർ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ആ റീ, ഒരു രസത്തിന് ഞാൻ അതിനെ ആർ എന്നും ഇ എന്നും ഡിവൈഡ് ചെയ്യാം. റൈറ്റ്, WRI എന്നും TE എന്നും ഡിവൈഡ് ചെയ്യാം. ഇസ് ദാറ്റ് പോസിബിൾ ഫോർ മീ? എനിക്കത് പോസിബിൾ ആണോ? അല്ലല്ലോ. അപ്പൊ എന്താ മോർഫീം എന്ന് പറഞ്ഞാല് the smallest distinctive unit of meaning. ഇപ്പൊ റൈറ്റ് എന്നുള്ള വാക്കിനെ ഇറ്റ്സ് നോട്ട് പോസിബിൾ ഫോർ മീ ടു ഡിവൈഡ് ഇറ്റ് എനി ഫർദർ. മീനിങ് ഹോൾഡ് ചെയ്യുന്ന ഏറ്റവും ഡിസ്റ്റിങ്റ്റീവ് യൂണിറ്റ് റീറൈറ്റ് എന്നുള്ള വാക്കില് റീയും റൈറ്റും ആണ് അല്ലെ? റീ എന്നുള്ളതിന് റിപ്പീറ്റ് എന്ന മീനിങ് ഉണ്ട്, റൈറ്റിന് എഴുതുക എന്നും മീനിങ് ഉണ്ട്. ഇനി ആ റീനെ ഞാൻ ആർ എന്നും ഇ എന്നും ആക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇല്ലല്ലോ. അപ്പോ ഒരു സ്മോളസ്റ്റ് ഡിസ്റ്റിങ്റ്റീവ് യൂണിറ്റ് ഓഫ് മീനിങ്ങിനെയാണ് നമ്മൾ മോർഫീം എന്ന് പറയാം. ഓക്കെ, സോ ഐ ടെൽ യു അനദർ എക്സാമ്പിൾ. ഇപ്പം ഞാൻ അൺഫെയ്ത്ത്ഫുൾ എന്നൊരു വാക്ക് എടുക്കുന്നു. ഓക്കെ, അൺഫെയ്ത്ത്ഫുൾ, ഇതിൽ എത്ര മോർഫീംസ് ഉണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അൺ ഇസ് എ മോർഫീം, ഫെയ്ത്ത് ഒരു മോർഫീമാണ്, ഫുൾ ഒരു മോർഫീമാണ് അല്ലെ? ഇനി എനിക്ക് അണ്ണ് UN ആയിട്ടും ഫെയ്ത്തിനെ FAITH ആയിട്ടും ഫുള്ളിനെ FUL ആയിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോ ഇവിടുത്തെ സ്മോളസ്റ്റ് ഡിസ്റ്റിങ്റ്റീവ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് അണ്ണും ഫെയ്ത്തും ഫുള്ളും ആണ്. സോ ഹൗ മെനി മോർഫീംസ് ആർ ദേർ? 3 മോർഫീംസ്. ക്ലിയർ ആയോ? അപ്പൊ ഇതാണ് മോർഫോളജിയിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഇനി അലമോർഫ്സ് വരും, ലെക്സിക്കൽ മോർഫീംസ് വരും, ബൗണ്ട് മോർഫീംസ് വരും. അപ്പം ഡോണ്ട് തിങ്ക് പാടുള്ളതെല്ലാം ടീച്ചർ ലാസ്റ്റത്തേക്ക് റിസർവ് ചെയ്തിട്ട് കുഞ്ഞ് ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. അല്ല, ഇതിന്റെ എല്ലാം ബാക്കിലുള്ള ടെക്നിക്ക് വളരെ സിമ്പിൾ ആണ്. ഓക്കെ, സോ ഇഫ് വൺസ് ലേൺഡ് ആൻഡ് ടോട്ട് പ്രോപ്പർലി യു വിൽ ഓൾവേസ് ലവ് ലിംഗ്വിസ്റ്റിക്സ്. ഓക്കെ, സോ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ട്രിക്സ് വെച്ച് പഠിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ അതിനൊരു സാമ്പിൾ കാണിച്ചു തന്നു മാത്രം. ഓക്കെ, ഇനി എന്താ നമുക്ക് ലിംഗ്വിസ്റ്റിക്സിൽ പഠിക്കാനുണ്ടാവുക? Syntax and semantics. So when I was teaching in college and അതിനുശേഷമൊക്കെ കുട്ടികളെ വളരെ ബുദ്ധിമുട്ടായിട്ട് അപ്രോച്ച് ചെയ്തു പോകുന്ന ഒരു സംഗതിയാണ് സിൻടാക്സും സെമാൻറ്റിക്സും. ഓക്കെ, സോ അവർ ഈ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ച് നോക്കുമ്പം അതിലിങ്ങനെ ട്രീസ് പോലെ ബ്രാഞ്ചസ് പോലെ വരച്ച് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ടാവും. അപ്പൊ അത് കാണുമ്പോഴേ സ്കിപ്പ്, വേണ്ട നമുക്ക് പറ്റിയ പണിയല്ലെന്ന് പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്ത് പോകും. ഓക്കെ, പക്ഷെ അത് പഠിച്ചു തുടങ്ങുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് അത് വളരെ ഫൺ ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. അതായത് കുറച്ച് ലോജിക്ക് വെച്ച് അല്ലെങ്കിൽ നമ്മൾ റൂൾസ് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഈ സെമാൻറ്റിക്സും സിൻടാക്സും സെമാൻറ്റിക്സ് പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എന്താണ് ഈ സിൻടാക്സ്?
സിൻടാക്സ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ എന്നേ അർത്ഥമുള്ളൂ അല്ലെ. ഇപ്പം ഞാൻ പറയാണ് ദ ബോയ് എയ്റ്റ് എ മാംഗോ, അതിനകത്ത് എന്തൊക്കെ കോൺസ്റ്റിറ്റ്യുവൻസ് ആ ഉള്ളത്? ദ ഒരു ഡിറ്റർമിനർ ആണ്, ബോയ് ഒരു നൗൺ ആണ് അല്ലെ, അല്ലെങ്കിൽ എന്താണ് എയ്റ്റ് ഒരു വേർബ് ആണ്, ആ വീണ്ടും ഒരു ഡിറ്റർമിനർ ആണ്, മാംഗോ വീണ്ടും ഒരു നൗൺ ആണ് അല്ലെ. അപ്പൊ അതിനകത്ത് കോൺസ്റ്റിറ്റ്യുവൻസ് ഇത്രയാണ്. സ്ട്രക്ചർ എങ്ങനെയാ പറഞ്ഞിരിക്കണേ? സബ്ജക്ട് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ്, തീർന്നില്ലേ? അത്രേ ഉള്ളൂ. അപ്പോ നമ്മൾ നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സെറ്റ് ഓഫ് വേർഡ്സ് വെച്ച് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സെന്റൻസസ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് അല്ലെ. അപ്പോ അതിനെയാണ്, അതായത് നമ്മൾ വെൻ യു സ്റ്റാർട്ട് ലേണിംഗ് ദ സ്ട്രക്ചർ ഓഫ് സെന്റൻസസ്, നമ്മൾ അതിനെ സിൻടാക്സ് എന്ന് വിളിക്കും. ഓക്കെ. അപ്പം ഡീപ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിള് ദാ ഒരു ഡിറ്റർമിനർ ആണെന്നും ബോയ് ഒരു നൗൺ ആണെന്നും എയ്റ്റ് എന്ന് പറയുന്നത് ഈറ്റിന്റെ പാസ്റ്റ് ആണെന്നും എ വീണ്ടും ഒരു ഡിറ്റർമിനർ ആണെന്നും മാംഗോ ഒരു നൗൺ ആണെന്നും ഒക്കെ നമ്മൾ ഇങ്ങനെ ഡിഗ് ചെയ്ത് ഡീപ്പിലേക്ക് പോകുമ്പോൾ ദാറ്റ് ഇസ് കോൾഡ് എസ് ഡീപ് സ്ട്രക്ചർ. ഓക്കെ. സോ ഇതൊക്കെയാണ് നമ്മൾ സിൻടാക്സിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക. ഇതൊക്കെ നിങ്ങൾക്കൊരു പീസ് ഓഫ് കേക്ക് പോലെ ഈസി ലൈക്ക് എന്താ പറയുക, നമ്മൾ ഈസി ലൈക്ക് എ വാക്ക് എന്നൊക്കെ പറയുന്ന പോലെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ പ്രൊവൈഡഡ് റൂൾസ് നന്നായിട്ട് പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ എളുപ്പമാണ്. ഓക്കെ. ഇപ്പോ ഞാനൊരു PYQ കാണിക്കാൻ കേട്ടോ. വളരെ ഈസി ആയിട്ട് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നോക്കിക്കോ. ഓക്കെ. ഓക്കെ. സോ PYQന് മുമ്പ് അല്ല, ഒരു സ്ലൈഡ്, ഐ തിങ്ക് ഒരു സ്ലൈഡ് ഫ്രണ്ടിലേക്ക് പോയി. അതിൽ തന്നെ ഉണ്ടായിരുന്നു. So what do you call the underlying structure of sentences as represented by phrase structure rules? ഞാനിപ്പോ പറഞ്ഞു അല്ലെ, ഒരു സെന്റൻസിന്റെ ഏറ്റവും ഇൻഡെപ്ത് ആയിട്ടുള്ള സ്ട്രക്ചർ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ, PS ഗ്രാമർ ഉപയോഗിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ എന്താ വിളിക്കുക? ഡീപ് സ്ട്രക്ചർ എന്നല്ലേ. കാരണം നമ്മളിങ്ങനെ ഡിഗ് ചെയ്ത് എക്സ്ഫോളിയേറ്റ് ചെയ്ത് അതിന്റെ ഏറ്റവും ഡീപ്പർ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അതെന്താ ഡീപ് സ്ട്രക്ചർ? നോക്കിയാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ? അടിച്ചാ പോരെ, അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത പാർട്ട് എന്താണെന്ന് നോക്കാം. ലാംഗ്വേജ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് തിയറീസ്. ഇത് വളരെ എളുപ്പമുള്ളൊരു ഏരിയ ആണ് കേട്ടോ. ബുദ്ധിമുട്ടുള്ളൊരു സംഗതിയൊന്നും അല്ല, വളരെ എളുപ്പമുള്ള ഏരിയ ആണ്. ഇതിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന മെത്തേഡ് കണ്ടോ, ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്. എന്താണ് ഈ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്? എടാ, ആ പേരിൽ തന്നെ ഉണ്ട് അതെന്ത് മെത്തേഡാണെന്ന്. നിങ്ങൾ ആകെ മനസ്സിലാക്കേണ്ടത് ഈ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് എവിടെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് ഒരു സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് പഠിക്കുമ്പോൾ അവിടെ നമ്മൾ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ അധികം ഇല്ല, പക്ഷെ മുമ്പൊക്കെ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് വളരെ പോപ്പുലർ ആയിരുന്നു. എന്താണ് ഈ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ? അതായത് ഞാനിപ്പോ നിങ്ങളെ ക്ലാസ്സിൽ വന്നിട്ട് ആദ്യമേ ഗ്രാമറിന്റെ റൂൾസ് എല്ലാം പഠിപ്പിക്കും. എന്ന് വെച്ചാൽ ഇപ്പോ ഓക്കെ, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർബും പ്ലൂറൽ ആയിരിക്കണം. ഓക്കെ. സോ ഇങ്ങനെ ക്ലാസ്സിൽ വന്ന് ഞാൻ ആദ്യം ഈ റൂൾസ് എല്ലാം പഠിപ്പിക്കും. ഓക്കെ. എന്നിട്ട് ഈ റൂൾസ് വെച്ചിട്ട് നിങ്ങളോട് സെന്റൻസുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ആവശ്യപ്പെടും. ഓക്കെ. ഞാൻ പറയും റൂൾസ് ഒക്കെ ഞാൻ പഠിപ്പിച്ചതല്ലേ, ഇനി ഒരു സെന്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യൂ. ഞാൻ പറയും രവി സ്കൂളിലേക്ക് പോയി, ട്രാൻസ്ലേറ്റ് എന്ന് പറയും. അപ്പൊ നിങ്ങൾ ആലോചിക്കും രവി സിംഗുലർ, അപ്പം വെർബ് സിംഗുലർ ആയിരിക്കണം. അപ്പൊ ഈ വെർബ് മലയാളത്തില് രവി സ്കൂളിലേക്ക് പോയി അവസാനമാണ്, അപ്പൊ ഇംഗ്ലീഷിലും അവസാനം വെച്ചാൽ മതിയോ? കൺഫ്യൂഷൻ വന്നില്ലേ? ഓക്കെ. സോ അപ്പോ അതൊരു ഇഫക്റ്റീവ് മെത്തേഡ് അല്ല, പക്ഷെ നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്. ഓക്കെ. സോ ഇങ്ങനെ ഗ്രാമർ ആദ്യമേ നീറ്റ് ആയിട്ട് ഒന്ന് പഠിപ്പിച്ച് മാറ്റിയിട്ട് നേറ്റീവ് ലാംഗ്വേജിൽ നിന്ന് സെക്കൻഡ് ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിപ്പിക്കുന്ന രീതിയാണ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ. ടെക്നിക് വളരെ സിമ്പിൾ ആണ്, കോൺസെപ്റ്റ് അതിലേറെ സിമ്പിൾ ആണ്. ഓക്കെ. ഇനി നമുക്ക് ബിഹേവിയറിസം, കോഗ്നിറ്റിവിസം, കൺസ്ട്രക്റ്റിവിസം ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലേ? അല്ല. ബിഹേവിയറിസം ആലോചിച്ച് നോക്കിയേ, എന്തോ ഒരു സംഗതി അതിനകത്ത് ഇൻവോൾവ് ആണ്. എന്താണ്? ബിഹേവിയർ. നമ്മൾ ഈ ബിഹേവിയറിന് എന്താ ചെയ്യുന്നത്? അതൊരു ടീച്ചിങ് തിയറി ആണല്ലേ ബിഹേവിയറിസം എന്ന് പറഞ്ഞാൽ. അപ്പോ
കുട്ടികളുടെ ബിഹേവിയറുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന അല്ലറ ചില്ലറ മെക്കാനിസം ആണ് ബിഹേവിയറിസം. ഓക്കെ, എങ്ങനെയാണ് ഈ ബിഹേവിയറിസം വർക്ക് ചെയ്യുന്നത്? ഞാൻ 2 എക്സാമ്പിൾസ് പറഞ്ഞുതരാം. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ, ഞാനൊരു 2ാം ക്ലാസ്സിന്റെയോ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിന്റെയോ ക്ലാസ് ടീച്ചർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഞാൻ ഒരു ദിവസം എൻ്റെ ക്ലാസ്സിൽ ഒരു കുട്ടി 25 ഔട്ട് ഓഫ് 25 സ്കോർ ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ അവന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒരു ജയ നൽകി കൊടുത്തു. ഓക്കെ, ആൻഡ് ദെൻ ഐ ആസ്ക്ഡ് എവരിബഡി എൽസ് ഇൻ ദ ക്ലാസ് റൂം ടു ഗിവ് ഹിം ആ ക്ലാപ്പ്, അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ അവന്റെ ആ ഒരു കാലിബറിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, സോ അപ്പൊ അവൻ എന്താ തോന്നുക? ഹി ഫീൽസ് ദാറ്റ് ഹി ഈസ് ബീങ് അഡ്മയർഡ് ആൻഡ് ദ ടീച്ചർ ലവ്ഡ് ഹിസ് സ്കിൽ. അതുകൊണ്ടാണ് ചോക്ലേറ്റ് കൊടുത്തതെന്ന് അവന് മനസ്സിലാവും. അപ്പൊ പിന്നെ അവൻ എന്താ ചെയ്യുക? കണ്ടിന്യൂസ് ആയിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യാൻ ശ്രമിക്കും. എന്താ കാരണം? നേരത്തെ അവന് ഞാനൊരു റിവാർഡ് കൊടുത്തു അല്ലെ? അപ്പോ ഹീൽ ട്രൈ ടു റിപ്പീറ്റ് ദാറ്റ് ബിഹേവിയർ. അപ്പൊ ഞാൻ എന്താ ചെയ്തേ? ചെറിയൊരു റിവാർഡ് കൊടുത്ത് അവന്റെ ബിഹേവിയറിൽ ഞാനൊരു വ്യത്യാസം ഉണ്ടാക്കി അവനെ കുറച്ചുകൂടെ ഹാർഡ് വർക്കിംഗ് ആയിട്ടോ അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളാക്കിയോ മാറ്റി. സി, ഇനി മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എന്റെ ക്ലാസ്സിൽ ഒരു കുട്ടി ഒരു ദിവസം ലേറ്റ് ആയിട്ട് വന്നു. ഞാൻ അവനൊരു അടി കൊടുത്തു. എന്നിട്ട് അച്ഛനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അടുത്ത ദിവസം തൊട്ട് അവൻ കറക്റ്റ് ആയിട്ട് ക്ലാസ്സിന് കയറി. അപ്പൊ ഞാൻ അവിടെ എന്താ ചെയ്തേ? ഐ ഗേവ് ഹിം ആ പനിഷ്മെന്റ്. ആ പനിഷ്മെന്റിനെ ഓർത്തിട്ട് അവൻ എന്ത് ചെയ്തു? അടുത്ത ദിവസം തൊട്ട് ക്ലാസ്സിൽ പ്രോപ്പർ ആയിട്ട് വരാൻ തുടങ്ങി. ഓക്കെ, അപ്പോ ഇവിടെ എന്താ സംഭവിച്ചേ? പണിഷ്മെന്റിലൂടെ ഐ ഓൾട്ടേർഡ് ഹിസ് ബിഹേവിയർ. ഓക്കെ, I made a കുഞ്ഞു റിപ്പയർ in his behavior and he started to behave properly. ഇത് എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കണമെന്നില്ല. വേണമെങ്കിൽ ടീച്ചർ എന്നെ അടിച്ചല്ലേ നാളെ കൂടെ ഞാൻ താമസിച്ച് കയറുള്ളൂ എന്ന് വിചാരിക്കാം. ഓക്കെ, പക്ഷെ ബിഹേവിയറിസം പറയുന്നത് റിവാർഡ് ആൻഡ് പനിഷ്മെന്റ് ടെക്നിക്കിലൂടെ കുട്ടികളുടെ ബിഹേവിയർ നമുക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റുമെന്നും നമ്മൾ അവരുടെ ബിഹേവിയറിനെ എക്സ്പെരിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ശരിയാക്കാൻ പറ്റുമെന്നൊക്കെയാണ് ബിഹേവിയറിസം പറയുന്നത്. ഓക്കെ, അപ്പൊ കോഗ്നിറ്റിവിസം എന്താ? കോഗ്നിറ്റീവ് എബിലിറ്റീസ്. കോഗ്നിറ്റീവ് എന്നുള്ള വാക്ക് നമ്മൾ എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്? മൈൻഡ്, തോട്ട് പ്രോസസ്, ഇതൊക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന വേർഡ്സ് ആണ് അല്ലെ? അപ്പോ കോഗ്നിറ്റിവിസം എന്ന് പറഞ്ഞാൽ എന്താ? ചുമ്മാ നമ്മൾ സ്പൂൺ ഫീഡ് ചെയ്യാതെ അല്ലെങ്കിൽ ബിഹേവിയറിനെ ഓൾട്ടർ ചെയ്യുന്ന രീതിയിൽ നോക്കാതെ മൈൻഡിനെ കുറച്ചുകൂടെ കുട്ടികളെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പഠിപ്പിക്കുക എന്നർത്ഥം. അതായത് ഇപ്പം ഞാൻ പറഞ്ഞു കൊടുക്കാണ്, ഞാൻ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കണ്ടിന്യൂസ് ആയിട്ട് ഇവരെ പറഞ്ഞ് പാടി പഠിപ്പിക്കുക. 7 7s are 49, 7 എന്താണ് 7 6s are 42, ഇങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. ഇവർ കാണാതെ പഠിക്കുകയും ചെയ്തു. ഓക്കെ, സോ എന്നിട്ട് ഞാൻ പരീക്ഷയ്ക്ക് 7 11s are എത്രയാണെന്ന് ചോദിച്ചു. എത്രയാണ് എന്ന് ചോദിച്ചപ്പം അവർക്കത് അറിയത്തില്ല. കാരണം എന്താ? അവര് 10 വരെ ഉള്ളത് ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ട്, 11ലേക്കുള്ളത് അവർക്ക് അറിയത്തില്ല. അപ്പൊ പകരം ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? ഞാൻ അവർക്ക് ആ കോൺസെപ്റ്റ് ബിൽഡ് ചെയ്ത് കൊടുക്കണമായിരുന്നു. ഓക്കെ, സോ അവരുടെ മൈൻഡിലേക്ക് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണമായിരുന്നു. അതായത് ഒരു +7 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 11ലേക്ക് എത്താം, 11 sevens എത്താം എന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കാമായിരുന്നു. ഓക്കെ, അപ്പോ കോഗ്നിറ്റിവിസം എന്താ ചെയ്യുന്നത്? മൈൻഡിനെ അല്ലെങ്കിൽ കുട്ടികളുടെ മനസ്സിന് എങ്ങനെയാണ് ചില കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത്, പ്രോസസ് ചെയ്യപ്പെടുന്നത്, ഫങ്ഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. ഓക്കെ, സോ അത് കോഗ്നിറ്റിവിസം ആണ്. വേർ ദ ഇമ്പോർട്ടൻസ് ഇസ് ഗിവൻ ടു ദി മൈൻഡ് ആൻഡ് ഇറ്റ്സ് കേപ്പബിലിറ്റി. ഓക്കെ, രാദർ ദാൻ ഫിസിക്കൽ എൻവയോൺമെന്റ് ചേഞ്ച് ചെയ്യുന്നതിന് പകരം റിവാർഡും പനിഷ്മെന്റും കൊടുക്കുന്നതിന് പകരം മെന്റലി ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് പ്രോസസ് ചെയ്യേണ്ടതെന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഓക്കെ, ഇനി കൺസ്ട്രക്റ്റിവിസം. കൺസ്ട്രക്റ്റിവിസത്തിനകത്ത് തന്നെ കിടപ്പുണ്ട് കൺസ്ട്രക്ട്. എന്താണ് കൺസ്ട്രക്ട്? എക്സിസ്റ്റിംഗ് നോളജിനോടൊപ്പം പുതിയ കാര്യങ്ങൾ തനിയെ കൺസ്ട്രക്ട് ചെയ്ത് മനസ്സിലാക്കുക. ഓക്കെ, സോ ഞാനതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ, ഞാൻ ക്ലാസ്സിൽ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ പ്ലാന്റ്സിന് എന്ത് വേണം? സൺലൈറ്റ് വേണം. ഓക്കെ, എന്നിട്ട് അടുത്ത ദിവസം, അപ്പൊ ഇതൊരു നോളജ് ആയിട്ട് കുട്ടികളുടെ മനസ്സിൽ കിടപ്പുണ്ട് കേട്ടോ. അതായത് ഫോട്ടോസിന്തസിസ് നടക്കാൻ സൺലൈറ്റിന്റെ പ്രസൻസ് ആവശ്യമാണ് എന്നുള്ളത് അവരുടെ മൈൻഡിൽ കിടപ്പുണ്ട്. ഓക്കെ, അതൊരു പ്രീ എക്സിസ്റ്റിംഗ് നോളജ് ആയി, ഇപ്പൊ നേരത്തെ അറിയാവുന്ന കാര്യമായിട്ട് അത് മാറി. അപ്പൊ അടുത്ത ദിവസം ഞാൻ 2 പ്ലാന്റ്സ് ക്ലാസ്സിൽ കൊണ്ടുവന്നു.
ഒന്നിനെ ഞാനൊരു ബോക്സിനകത്ത് വെച്ചു, മറ്റൊന്നിനെ ഞാൻ ഡയറക്ട്ലി സൺലൈറ്റിൽ എക്സ്പോസ്ഡ് ആക്കി വെച്ചു. ഓക്കെ, എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ ഈ ബോക്സ് അൺകവറാക്കി കാണിച്ചു കൊടുത്തു. ഓക്കെ, അപ്പൊ അതില് പ്ലാന്റ്സിന് എന്താ പറ്റിയത്? ഓഫ് കോഴ്സ് അത് വിൽറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും അല്ലെ, ബിക്കോസ് അതിന് സൺലൈറ്റ് കിട്ടാത്തത് കൊണ്ട് അത് എന്തായാലും ചീത്തയായി എന്താ പറയാ, ക്ഷീണിച്ചത് ഇല്ലാണ്ടായിട്ടുണ്ടാവും. മറ്റത് വളരെ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാനൊരു കുട്ടിയെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എന്താണ് ഇതിന് കാരണം? അപ്പൊ അവന്റെ പ്രീ എക്സിസ്റ്റിംഗ് നോളജ് വെച്ച് ഇതിനെ കണക്ട് ചെയ്യും. എന്താണ്? പ്ലാന്റ്സിന് ഫോട്ടോസിന്തസിസ് ചെയ്യാൻ സൺലൈറ്റ് ആവശ്യമാണ്. ഇഫ് സൺലൈറ്റ് പ്രോപ്പർ ആയിട്ട് കിട്ടിയില്ല എങ്കിൽ, ഇഫ് ദി അറ്റ്മോസ്ഫിയർ ഇസ് ഡാർക്ക്, ഇറ്റ്സ് ഒപ്പീക്ക്, അങ്ങനെയാണെങ്കിൽ പ്ലാന്റ്സ് വിൽറ്റ് ചെയ്ത് പോകും എന്നവൻ നോളജിനോടൊപ്പം കണക്ട് ചെയ്യും. അപ്പൊ അവിടെ എന്താ പറ്റിയേ? ഒരു പ്രീ എക്സിസ്റ്റിംഗ് നോളജിനെ ടീച്ചർ ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് നിന്നുകൊണ്ട് പുതിയൊരു നോളജുമായിട്ട് കണക്ട് ചെയ്യാൻ പഠിപ്പിച്ചു. ഓക്കെ, ഒരു കാലത്തും പിന്നെ ആ കുട്ടി ആ കാര്യം മറന്നു പോകത്തില്ല. ഓക്കെ, അപ്പോ നമ്മൾ അതിനെയാണ് കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത്. അതായത് ടീച്ചർ ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് നിന്നുകൊണ്ട് പ്രീ എക്സിസ്റ്റിംഗ് നോളജിനെ വെച്ച് എക്സ്പീരിയൻസിലൂടെയും എക്സ്പെരിമെന്റ്സിലൂടെയും പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്ന ടെക്നിക്കാണ് കൺസ്ട്രക്റ്റിവിസം. ഈസി അല്ലേ? വളരെ എളുപ്പമല്ലേ? PYQs ഉണ്ട് കേട്ടോ, നോക്കിയോ. വിച്ച് ലേണിംഗ് തിയറി ബിൽഡ്സ് ഓൺ ദി occurrence of cognitive arguments. ഓക്കെ, അപ്പം കോഗ്നിറ്റീവ് ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് പ്രീ എക്സിസ്റ്റിംഗ് നോളജ് ഉണ്ട്, ആ പ്രീ എക്സിസ്റ്റിംഗ് നോളജ് വെച്ചാണ് നമ്മൾ പല പുതിയ കാര്യങ്ങളെയും ആർഗ്യൂ ചെയ്ത് നോക്കുന്നത്. ഓക്കെ, ഇപ്പം എന്താ, പല ക്വസ്റ്റ്യൻസും നമ്മുടെ പ്രീ എക്സിസ്റ്റിംഗ് നോളജിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തൊക്കെ അല്ലേ പുതിയൊരു നോളജിലേക്ക് വരിക. ഇപ്പം ഒരുപാട് എക്സെപ്ഷണൽ കേസസ് പഠിക്കുന്നത് അങ്ങനെയല്ല. നമ്മൾ ഇപ്പൊ നമ്മുടെ മനസ്സിൽ എന്താണ്, സിംഗുലർ നൗണിന് സിംഗുലർ വേർബ്, സിംഗുലർ പ്ലൂരൽ നൗണിന് പ്ലൂരൽ വേർബ്, പക്ഷെ എക്സെപ്ഷണൽ കേസസ് ഉണ്ട്. അപ്പോൾ കൺസ്ട്രക്റ്റിവിസം അങ്ങനെയാ വർക്ക് ചെയ്യുന്നത്. പ്രീ എക്സിസ്റ്റിംഗ് നോളജ് വെച്ച് നമ്മൾ പുതിയ എക്സ്പീരിയൻസസിനെയും കൂടെ കൊണ്ടുവന്ന് രണ്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹരിച്ചും ഗുണിച്ചും ഒക്കെ എടുത്തു വരുമ്പോഴത്തേക്കും നമുക്കൊരു പുതിയ നോളജ് കിട്ടും. ഓക്കെ, സോ ദാറ്റ് ഇസ് ഹൗ കൺസ്ട്രക്റ്റിവിസം വർക്ക്സ്. ഓക്കെ, ഈസിയാണ്, അതും വളരെ എളുപ്പമാണ്. ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിനകത്ത് നോക്കേണ്ടി വരുന്ന ഒരു സംഗതി മദർ ടങ് ഇൻഫ്ലുവൻസ് ആണ്. ഓക്കെ, സോ ഇപ്പൊ നമ്മള് മലയാളത്തില് ഞാൻ ഇന്നലെ ഒരു വെള്ള കാറ് കണ്ടു എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല പ്രൊനൗൺസിയേഷനിൽ, അല്ലെ? അതേസമയം ഞാൻ ഇംഗ്ലീഷില് ഐ സോ എ വൈറ്റ് കാർ യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ തെറ്റാണ്, പ്രൊനൗൺസിയേഷൻ തെറ്റാണ്. എന്താ കാര്യം? ഇംഗ്ലീഷിൽ ഒരിക്കലും കാർ, ബാർ എന്നൊന്നും പറയത്തില്ല, അല്ലെ? കാരണം അവര് ഒരു വവൽ സൗണ്ടിന് ശേഷം റ സൗണ്ടിനെ സൈലന്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, അത് ഇംഗ്ലീഷിലെ ഒരു റൂളാണ്. പക്ഷെ എന്തുകൊണ്ടാണ് നമുക്കിത് പറ്റാത്തത്? കാരണം മലയാളം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്കൻഡ് ലാംഗ്വേജ്, സോറി, നമ്മുടെ നേറ്റീവ് ലാംഗ്വേജും ഇംഗ്ലീഷ് ഒരു സെക്കൻഡ് ലാംഗ്വേജും ആണ്. ഓക്കെ, അപ്പോ ഉറപ്പായിട്ടും നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ അതിൽ ആരുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും? നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജിന്റെ ഇൻഫ്ലുവൻസ് ഉറപ്പായിട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ റ സൗണ്ട് സിമിലർലി എടാ ഒരു ബോട്ടിൽ വെള്ളം എടുത്തുണ്ടോ, ബോട്ടിൽ വെള്ളം എടുത്തുണ്ടോ എന്ന് പറയും. ഓക്കെ, അതേസമയം ഇംഗ്ലീഷില് ഈ ട സൗണ്ട് വളരെ സറ്റലായിട്ട് പ്രൊനൗൺസ് ചെയ്തു പോകുന്ന ഒരു സാധനം. ഓക്കെ, സോ ദർ ഈസ് എ ലിറ്റിൽ ഷുഗർ ലെഫ്റ്റ് ഇൻ ദി കണ്ടെയ്നർ, ടേക്ക് എ ബോട്ടിൽ ഓഫ് വാട്ടർ, ഇങ്ങനെ പറയത്തുള്ളൂ. പക്ഷെ നമ്മൾ മലയാളത്തിൽ ഈ ബോട്ടിൽ, ലിറ്റിൽ എന്നൊക്കെ സ്ട്രെസ് ചെയ്ത് പഠിച്ചത് കൊണ്ടാണ് നമുക്കത് ഇംഗ്ലീഷിലേക്ക് വരുന്നത്. ഓക്കെ, സോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഏരിയയാണ് മദർ ടങ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, വിച്ച് among the following factors does not directly affect mother tongue influence in foreign language teaching? നേറ്റീവ് ലാംഗ്വേജ് അഫക്റ്റ് ചെയ്യൂലേ? ചെയ്യും. ഇന്നേറ്റ് ഫെനറ്റിക് എബിലിറ്റി അഫക്റ്റ് ചെയ്യൂലേ? ഉറപ്പായിട്ടും ചെയ്യും. അതാണ് ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നത്. ലാംഗ്വേജ് ഈഗോ വർക്ക് ചെയ്യും. ഇന്റലിജൻസ് വർക്ക് ചെയ്യോ? ഇന്റലിജൻസ് ഒരു ഫാക്ടർ ആണോ സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കാൻ? മദർ ടങ് ഇൻഫ്ലുവൻസിനെ ചെയ്യുന്ന ഒരു മദർ ടങ് ഇൻഫ്ലുവൻസിനെ ബാധിക്കുന്ന ഒരു സാധനമാണോ? അല്ല, അല്ലേ? ഇപ്പം ഇംഗ്ലീഷ് എന്ന് പറയുന്നതാണെങ്കിലും മറ്റേത് ഭാഷയാണെങ്കിലും നമ്മൾ കുറെ കാലം എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഈസി ആയിട്ട് പഠിക്കും. അതിനകത്ത് ഇന്റലിജൻസ് ഒരു കോഷ്യന്റോ ഒരു ഫാക്ടറോ ഒന്നുമല്ല. എന്ത് ഈസി ക്വസ്റ്റ്യൻ ആണെന്ന് നോക്കിയേ. ഏത് പോയിട്ടാണ് എഴുതിയതെന്ന് ചിന്തിക്കണ്ട, ഏത് ഡ്രാമ ഏത് വർഷം ഇറങ്ങിയെന്ന് ചിന്തിക്കണ്ട. കോൺസെപ്റ്റ് അറിയാമെങ്കിൽ ഈസി ആയിട്ട് അപ്പിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ,
എനിക്കറിയാം മനസ്സിൽ എന്താ പോകുന്നത്. ടീച്ചർ കുറച്ചു നേരമായിട്ട് ലിംഗ്വിസ്റ്റിക്സ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്, ഇത് വെറുതെയാണ് എന്നല്ലേ? അല്ലാന്ന് ഇപ്പൊ മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലാസ്സസ് എടുക്കുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അത് മനസ്സിലാവും. ഓക്കെ, സോ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളാണ് ലിംഗ്വിസ്റ്റിക്സിനകത്ത് നമുക്ക് ഡീൽ ചെയ്യാനുള്ളത് കേട്ടോ. ഇനി ഈ പേപ്പർ ഒരു ഗെയിം ചേഞ്ചർ ആവുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പൊ തന്നെ ഇതിനോടകം പലതവണ പറഞ്ഞു. അതായത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാമെങ്കിൽ, റിപ്പീറ്റ് ചെയ്ത് റിവൈസ് ചെയ്ത് പഠിക്കാമെങ്കിൽ, ക്ലാരിറ്റിയോടുകൂടി കോൺസെപ്റ്റ്സ് മനസ്സിലാക്കാമെങ്കിൽ ഇത് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു പേപ്പറാണ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഒരു പ്രോബബിലിറ്റി ഒന്നും അല്ല. നിങ്ങളിപ്പം കഴിഞ്ഞ കുറച്ചു കാലത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, PYQസിലെല്ലാം കൺസിസ്റ്റന്റ് ആയിട്ട് ലിംഗ്വിസ്റ്റിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു 10-12 ക്വസ്റ്റ്യൻസ് ഇതിൽ എനിക്ക് യാതൊരുവിധ ഡൗട്ടും ഇല്ല, ഇതെനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാം എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമല്ലേ? ബിക്കോസ് റാങ്ക് എന്ന് പറയുന്നതൊക്കെ വളരെ മൈന്യൂട്ട് മാർജിനിൽ മാറിപ്പോകുന്നൊരു സമയമാണ് ഇപ്പോൾ. അപ്പൊ അതുകൊണ്ട് HSST എക്സാം പാസ്സാവാതിരിക്കുന്നതിനേക്കാളും ഒരു 10-12 ക്വസ്റ്റ്യൻസ് ഉറപ്പിക്കുന്നതല്ലേ നല്ലത്? ആ ഉറപ്പ് നിങ്ങൾക്ക് ആരാ തരാ? ലിംഗ്വിസ്റ്റിക്സ് തരും. ഓക്കെ, അപ്പോൾ we have to unlock the science of English. We have to unlock how language works. Okay, ഇനി വരാൻ പോകുന്ന ക്ലാസ്സുകളിൽ നമ്മൾ അതായിരിക്കും നോക്കുന്നുണ്ടാവുക. ഈ ഏരിയ എല്ലാം നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യും. നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും വർക്ക് ഔട്ട് ചെയ്ത് റെഡിയാക്കും. സോ ലിംഗ്വിസ്റ്റിക്സ് ഒരു പ്രോബബിലിറ്റി അല്ല, അതൊരു സർട്ടനിറ്റി ആണ്. ഓക്കെ, സോ ലാംഗ്വേജ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് പഠിക്കുന്ന ഒരു മോശം കാര്യമൊന്നുമല്ല, നമ്മളത് പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പഠിക്കും. ബ്രാഞ്ചസ് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് പഠിക്കും അല്ലേ? ഇപ്പം സൈക്കോ ലിംഗ്വിസ്റ്റിക്സ്, മൈൻഡും ലാംഗ്വേജും, എങ്ങനെയാണ് മൈൻഡ് ലാംഗ്വേജ് അക്വയർ ചെയ്യുന്നത്. ഫോറൻസിക് ലിംഗ്വിസ്റ്റിക്സ്, ക്രൈം സീൻസിലെ ലിംഗ്വിസ്റ്റിക്സിന്റെ ഇമ്പോർട്ടൻസ് എന്താ, ഇതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് അല്ലേ? ആരാ പറഞ്ഞ ലിംഗ്വിസ്റ്റിക്സ് ഒരു ഡൾ പേപ്പർ ആണെന്ന്? It's time for us to start loving linguistics. So come, let's fall in love with linguistics. Okay? So learn, love linguistics. കാരണം ഇതൊരു ഈസി പേപ്പർ ആണ്. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് എൻ്റെ ഭാഗത്തു നിന്ന് 100% സപ്പോർട്ട് ഉണ്ടാവും. ഓക്കെ, സോ ഇതുവരെ ലിംഗ്വിസ്റ്റിക്സ് പഠിച്ച വഴി മറന്നേക്കൂ. ഇതുവരെ അതിനെ ടഫ് ആയിട്ടുള്ള ഒരു പേപ്പർ ആണെന്ന് കൺസിഡർ ചെയ്ത കാര്യവും മറന്നേക്കൂ. ഇനി തൊട്ട് ലിംഗ്വിസ്റ്റിക്സ് ഈസിയാണ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഈസി ആക്കിയിരിക്കും. പിന്നെ അല്ല, നമ്മൾ അതിനേക്കാളും ടഫ് ആയിട്ടുള്ള ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഒക്കെ പഠിച്ചതല്ലേ. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ലിംഗ്വിസ്റ്റിക്സ് ഒക്കെ ഭയങ്കര പാവമാണ്. ഓക്കെ, സോ ഡോണ്ട് ടേക്ക് ദിസ് ആസ് എ വെരി ഡിഫിക്കൾട്ട് പേപ്പർ. എന്തായാലും ലിംഗ്വിസ്റ്റിക്സ് എന്നുള്ള 10 ക്വസ്റ്റ്യൻ ഉറപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചു, ബാക്കി ഞാൻ നോക്കണം. ഓക്കെ, സോ അപ്പോൾ ദിസ് ഇസ് ലിംഗ്വിസ്റ്റിക്സ് ഫോർ യു, ആൻഡ് ലേൺ linguistics with Pulpit and secure good marks for your HSST. Okay, so ഞാൻ ഈ ഡെമോ വീഡിയോക്കകത്ത് ജസ്റ്റ് ലിംഗ്വിസ്റ്റിക്സിന്റെ സിലബസിനകത്ത് ഇൻക്ലൂഡഡ് ആകുന്ന കാര്യങ്ങളും PYQസും ആണ് ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് വരാൻ പോകുന്ന വീഡിയോസിൽ നമ്മൾ ഓരോ സെഷനിലും ഓരോ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിട്ട് പഠിച്ചു തുടങ്ങും. ഓക്കെ, സോ ലിംഗ്വിസ്റ്റിക്സ് പഠിക്കാൻ മറക്കണ്ട. ഇറ്റ്സ് എ വെരി ഈസി സബ്ജക്ട്, ഹൈലി സ്കോറിംഗ് സബ്ജക്റ്റ് ആണ്, highly rewarding subject to honor. Okay, so fall in love with linguistics. Bye, take care. We'll see you in next session. Bye, thank you.